നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടാ, ഊണ് കാലായി. എന്താ പെങ്ങളെ, ഇന്നും അവിയൽ തന്നെയാണോ? മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട്, പിന്നെ മെഴുക്കുവരട്ടി. അതുപോരെ? ഓ മതിയേ, ഒരു പിടി വറ്റുണ്ണാൻ എന്തിനാ 3 കൂട്ടാൻ? ഒരു ഒഴിച്ചേറി എന്നെ ധാരാളായി. ഇപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് പെങ്ങളെ. എന്ത് കാര്യത്തിലാ? എനിക്ക് എന്ത് കാര്യത്തിലാ പ്രതീക്ഷ? എനിക്ക് ജീവിതത്തിൽ ആകെ ഒരു പ്രതീക്ഷയുള്ളൂ, എന്റെ മോളുടെ കാര്യത്തില്, അവളുടെ മടങ്ങി വരവിന്റെ കാര്യത്തില്. അവള് വരും പെങ്ങളെ, അതുറപ്പാ. മരുമോൻ അവളെ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തും. ഇപ്പോഴെങ്കിലും ഏട്ടന് വിശ്വാസമായല്ലോ. നിരഞ്ജൻ അതിനുവേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആരൊക്കെയോ അതിനുവേണ്ടി അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ SI സാറിനെ ഒന്ന് കണ്ടു. പഴയ ആളുകളൊക്കെ മാറിപ്പോയി, എന്നാലും കേസിന്റെ ഫയലൊക്കെ ഒന്നുകൂടി പൊടിതിട്ടിയെടുക്കാന്ന് SI സാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളാ കഴിയുന്ന രീതിയിൽ നമ്മളോട് അന്വേഷിച്ചോളാൻ പറഞ്ഞു. പത്രത്തിൽ വാർത്തയൊക്കെ കൊടുത്താൽ അത്രയും നല്ലതാണെന്നും പറഞ്ഞു. അത് ചെയ്യാൻ നിരഞ്ജനോട് പറഞ്ഞാ പോരെ, അവൻ ചെയ്തോളും. അവന് പത്രക്കാരൊക്കെ ആയിട്ട് അത്ര നല്ല അടുപ്പമല്ലേ? ആ, മരുമനെ വിളിച്ച് പറയാം. എന്റെ കൊച്ചിനെന്തോ അബദ്ധം പറ്റിയതാ. അവൾക്ക് അപകടം പറ്റിയെന്ന ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ ഇത്രയും കാലം. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു അവൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന്. പറ്റിപ്പോയൊരു തെറ്റിന്റെ പേരിൽ എന്റെ മുന്നിൽ വന്നു നിൽക്കാനുള്ള മടിയായിരിക്കും അവൾക്ക്. അത് തന്നെ ഏട്ടാ, അമ്മയില്ലാത്ത കുഞ്ഞല്ലേ. അത് തന്നെയല്ല, നിലത്തും താഴത്തും വെക്കാതെയല്ലേ ഏട്ടനെ അവളെ വളർത്തിയത്. അച്ഛനോടും അപ്പച്ചിയോടും ഒക്കെ ഒരു തെറ്റ് ചെയ്തു പോയിട്ട് പിന്നെ നമ്മുടെ മുമ്പിൽ വരാൻ ഒരു വിഷമം. അവൾ എന്റെ ജീവനല്ലേ. അവൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കേണ്ടത് ഞാനല്ലേ. അത്രയ്ക്ക് ചിന്തിക്കാനുള്ള പ്രായമൊന്നും അവൾക്കായിട്ടില്ലല്ലോ. നിരഞ്ജൻ അവളെ കണ്ടെത്തി സംസാരിക്കുന്നതോടെ അവൾ ഇങ്ങ് വരും. ആ, എന്തായാലും എല്ലാ കാര്യത്തിനും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു. ഇന്ന് കൊച്ചു പോയ ദേഷ്യത്തിന് അവളുടെ പുസ്തകവും ആൽബവും ഉള്ള പടങ്ങളൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞില്ലേ. ആ, ഇനിയും തപ്പി നോക്കണം കാൽപ്പെട്ടിയിൽ പഴയ പടങ്ങൾ വല്ലതും ഇരിപ്പുണ്ടോന്ന്. പിന്നെ നിരഞ്ജന്റെ മനസ്സിൽ അവളുടെ ചിത്രം ഉള്ളതുകൊണ്ട് അന്വേഷണത്തിന് അവന് വേറെ പടങ്ങളൊന്നും വേണ്ടല്ലോ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ ഒരു പടം വേണം. അത് അവളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവില്ലേ ഏട്ടാ? അതൊക്കെ പോലീസുകാർ പണ്ടേ അന്വേഷിച്ചതല്ലേ, കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ അല്ലേ മോള്. എന്തായാലും പത്രത്തിൽ കൊടുക്കാൻ ഒരു ഫോട്ടോ വേണം. ഞാൻ നോക്കിയോളാം ഏട്ടാ. കൊച്ചിന്റെ ഒരു പടമെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കാണും. എന്തായാലും ഒടേ തമ്പുരാൻ ഒരു വഴി കാണിച്ചു തരും, അതുറപ്പാ. കള്ളശങ്കരനെ അങ്ങനെ ദൈവം പൂർണ്ണമായി തള്ളി കളയത്തൊന്നുമില്ല, അല്ലേ പെങ്ങളെ? അതെ ഏട്ടാ, ദൈവത്തിന് നിരക്കാത്ത ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോ കുറച്ചു വൈകിയാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും. ഇതാരാണോ ഈ നേരത്ത്? വാ നോക്കാം. ആരാ? കറണ്ട് ഓഫീസിൽ നിന്നാണോ? ബില്ല് ഞങ്ങൾ അടച്ചതാണല്ലോ. അയ്യോ അല്ല, എന്റെ പേര് കോശി നയനാൻ, പോലീസിൽ നിന്നാ. നീ സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഒരു ഗ്ലാസ് വെള്ളം മതി, വേറൊന്നും വേണ്ട. എന്താ സാറേ കാര്യം? ശങ്കരനിടയ്ക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നെന്ന് കേട്ടു, മോളുടെ മിസ്സിംഗ് കേസ് പൊക്കിയെടുക്കാൻ. എന്റെ മോളെ പിന്നെ എനിക്ക് കണ്ടുപിടിക്കണ്ടേ സാറേ? എന്റെ കൊച്ചിനെ കാണാതായിട്ട് കൊല്ലം 3 ഇനി ഒരു അന്വേഷണത്തിന് പോകണ്ട ശങ്കര, അതാ നല്ലത്. അളയിലിരിക്കുന്നത് ചേരയാണോ മൂർഖനാണോ എന്ന് വാലിപ്പിടിച്ച് വലിക്കുമ്പോ നമുക്കറിയാൻ പറ്റത്തില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. മോളെ തേടിയുള്ള അന്വേഷണം ശങ്കരനങ്ങ് നിർത്തിയേക്ക്. വെറുതെ ശങ്കരനും പെങ്ങളും സാമ്പ്രാണിക്കോട് കായലിന്റെ ആഴം അളക്കാൻ പോണ്ട. നിങ്ങൾ പോലീസാണെന്നല്ലേ പറഞ്ഞത്? ആ ID കാർഡ് കാണിച്ചേ. ഞാൻ പോലീസൊന്നും അല്ല ശങ്കര, എന്റെ പേര് കോശിയൊന്നും അല്ല. ശങ്കരൻ അപകടത്തിലേക്ക് പോകരുതെന്ന് പറയാമെന്ന ഒരു പാവം ദൂതനാണ്. ഞാനൊരു അപകടകാരിയൊന്നുമല്ല, ഒരു ദൂതൻ. പക്ഷേ ഇനി വരുന്നത് മരണദൂതന്മാരായിരിക്കും. ദേവുട്ടി, ആ വാക്കത്തിൽ നിർത്തേ. ഇവന്റെ കൊരവള്ളി അർത്ഥത്തിൽ തന്നെ ബാക്കി കാര്യം പറയണം.
എന്റെ മോളെവിടെ? എനിക്കറിയില്ല ശങ്കര. അറിയാമെങ്കിൽ ധൈര്യപൂർവ്വം ഇങ്ങോട്ട് വരുമോ? പിന്നെ താൻ എന്തിനാ വന്ന്? അത് പറ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുന്നറിയിപ്പ് തരാൻ. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് വേണ്ടപ്പെട്ട ഒരാളാ. അവര് പറഞ്ഞു, ഞാൻ വന്നു. അവരെ നിയന്ത്രിക്കുന്നതും അവർക്ക് നിർദ്ദേശം നൽകുന്നതും ആരാണെന്ന് എനിക്കറിയില്ല. ഇനിയൊക്കെ ശങ്കരന്റെ ഇഷ്ടം. ഞാൻ ഇറങ്ങും. വൈകിയാൽ കടത്തുവെള്ളം മുടങ്ങും. സഹോദരി, തന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് നന്ദി. കുടിക്കുന്ന വെള്ളത്തിൽ ചോര ചുവയ്ക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പോട്ടെ. പെങ്ങളെ, മരുമോനെ വിളിക്കണം. ഫോൺ എടുക്ക്. ഡോക്ടർ സുനിത. ആ സുനിത, അകത്തേക്ക് വരും. കാലാൾ പടയാളികൾ രാജാവിനെ വളയാനുള്ള വഴി ആലോചിക്കും. ഞാൻ ഡോക്ടർ സുനിതയുമായി വേറെ കുറച്ച് വളഞ്ഞ വഴികൾ ആലോചിക്കട്ടെ. ആ സുനിത, കം സിറ്റ്. കണ്ടില്ലേ, ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ചെസ് കളിക്കായിരുന്നു. ആശുപത്രിയിൽ നിരഞ്ജൻ ഡോക്ടർ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി. എന്ത്? അന്ന് ഞാൻ സൂചിപ്പിച്ച പത്രസമ്മേളനം ഉടനെ ഉണ്ടാകും. മരുന്ന് മാഫിയയ്ക്കും ഫാർമസ്യൂട്ടിക്കൽ ലോബിക്കുമെതിരെ. ദാറ്റ്സ് വെരി ബാഡ് ഫൗൾ പ്ലേ. ആ നീക്കം ഡോക്ടർ നിരഞ്ജന തന്നെ ബാക്ക് ഫയർ ചെയ്യും. എന്നിട്ട് അക്ഷര എന്ത് പറഞ്ഞു? എന്തു പറയാൻ, എല്ലാം തീരുമാനിക്കുന്നത് ജയശങ്കർ സാറും ഡോക്ടർ നിരഞ്ജനുമല്ലേ. നമ്മൾ തോറ്റുപോകുമോ എന്നൊരു പേടി. നമ്മൾ തോൽക്കില്ല. അവസാന ഓവറിലെ അവസാന പന്ത് വരെ വിജയം പ്രതീക്ഷിക്കുന്നവനാ ഞാൻ. ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ്. ഇനി തുരുതുരാ വിക്കറ്റുകൾ വീഴും. അക്ഷര ഹോസ്പിറ്റലിനുള്ളിലും പുറത്തും. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഇവിടെ രാജാവിനെ കാലാളും കുതിരയും ചേർന്ന് പൂട്ടി. സോറി, കേർട്ടന് പിന്നിൽ നിൽക്കാതെ ഒന്ന് കളത്തിലിറങ്ങണം. ഇറങ്ങും, ഇറങ്ങി കളിക്കും. ഇപ്പൊ ഞാൻ കളിപ്പിക്കല്ലേ. ദ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് സബ്ഡ്യൂഡ് ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ്. കയ്യിൽ ആയുധമില്ലാതെ, കയ്യിൽ ചോര പുരളാതെ യുദ്ധം ജയിക്കുക. യുദ്ധം ജയിക്കുക തന്നെ ചെയ്യും. ചെക്ക്. ആ ബാബുജി, പോണമെങ്കിൽ ഞങ്ങൾ അവിടേക്ക് പോവാം. ശരി ബാബുജി.